Welcome to Western English Practice. Despite എന്നിരുന്നിട്ടോ despite the popularity ഉണ്ടായിരുന്നിട്ടോ despite the money പണം ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ despite എന്നിരുന്നിട്ടാണ് despite 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 the popularity ഉണ്ടായിരുന്നിട്ടും he will gone അവൻ പോയി. I don't think അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഇറ്റ് യൂഷ്വലി റിക്വയേഴ്സ് എ കോമ്പിനേഷൻ ഓഫ് സംതിങ്. നമ്മൾ ഇറ്റ് റിക്വയേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിനോട് കൂടെ ഭാഷ വളർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഇറ്റ് യൂഷ്വലി റിക്വയേഴ്സ്. അടുത്തത് ഒരു ടേം കാണുകയാണെങ്കിൽ മെൻ ആൻഡ് വിമൻ alike have been increasingly going for a video or increasingly men and women alike. ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ, അതാണ് alike. Men and women alike have been going for an interview or men and women alike going for a film have been. അപ്പോൾ ആ ഒരു എന്താണ് alike have been men and women അതൊക്കെ വരുമ്പോൾ നമ്മുടെ ഭാഷ വളരുകയാണ് ചെയ്യുക. അടുത്ത ഒരു വേർഡാണ് ചീക്കി ടേം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ടേം, ഒരു സംസാരം അല്ലെങ്കിൽ ഒരു വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ ചീക്കി ടേം. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലായാലോ, ചീക്കി ടേം എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് ഓൺലൈൻ, ഈസ് ബീയിങ് ഇതെല്ലാം പാസീവാണ് വരുന്നത്. ഈ ബീയിങ് എല്ലാം ബീനെല്ലാം പാസീവ് വോയിസിലേക്ക് വരും നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് ഓൺലൈൻ ടു ഡിസ്ക്രൈബ് അത് ആണ് ഓൺലൈൻ ടു ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് ഈസ് ബീയിങ് എന്ന് പറയുന്നത്. ഈസ് ബീയിങ് യൂസ്ഡ് ഓൺലൈൻ. അവൻ എന്താണ് ഒരു ഡിസ്ക്രൈബ് ഹിസ് പ്രോഡക്റ്റ്, അവൻ്റെ പ്രോഡക്റ്റിനെ വിശദീകരിക്കാനായിട്ട് അവൻ ഓൺലൈനിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് ബീയിങ് യൂസ്ഡ് ഓൺലൈൻ ടു ഡിസ്ക്രൈബ് ഹിസ് പ്രോഡക്റ്റ്സ്. മനസ്സിലായി? ഈസ് ബീയിങ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബീയിങ് പ്ലേഡ്. അപ്പം ബീയിങ് വെച്ചാൽ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് മാത്രം മനസ്സിൽ വിചാരിക്കും. വെർബിൻ്റെ തേർഡ് ഫോം. ഹി ഈസ് ബീയിങ് പ്ലേഡ്. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബീയിങ് സ്ലെപ്റ്റ്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബീയിങ് റിട്ടൺ. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബീയിങ് അറ്റൻഡിങ് എ ക്ലാസ്. അവൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത് വരുന്നത്. അടുത്തത് വരുന്നത് ഇറ്റ് ഗെറ്റ്സ് മോർ അറ്റൻഷൻ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കൂടുതൽ അറ്റൻഷൻ, ഇറ്റ് ഗെറ്റ്സ് മോർ അറ്റൻഷൻ മാത്രമല്ല, ഇറ്റ് ഗെറ്റ്സ് മോർ അറ്റൻഷൻ, കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളത്. റീസെൻ്റ്ലി റിപ്പോർട്ടഡ്, എന്തെങ്കിലും ഒരു കാര്യം ഐ റീസെൻ്റ്ലി റിപ്പോർട്ടഡ് ദ മാറ്റർ ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ റിപ്പോർട്ടഡ് എന്നല്ലാതെ ഭാഷ വളർത്തുകയാണ്. റീസെൻ്റ്ലി LY വെച്ച് വരുന്ന വേർഡുകളാണ് ആഡ്വർബ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരാം ബിപാർട്ടിസൺ ഇഷ്യൂ, അതായത് ഒരു ഉഭയകക്ഷി പ്രശ്നം. അതിനെയാണ് ബിപാർട്ടിസൺ ഇഷ്യൂ, ബൈലാറ്ററൽ ബിപാർട്ടിസൺ ഇഷ്യൂ. എംപോഡി എന്ന് പറഞ്ഞാൽ EMBODY, ഉൾക്കൊള്ളുക. എംപോഡി ദ സിറ്റുവേഷൻ, എംപോഡി ദ മാറ്റർ. നിങ്ങൾ ആ മാറ്ററിനെ ഒന്ന് ഉൾക്കൊള്ളുക, അതാണ് എംപോഡി ദ മാറ്റർ. അടുത്തതാണ് പോപ്പുലറൈസ്ഡ് ബൈ മെനി ഇൻ ദ പബ്ലിക് ഐ. പോപ്പുലറൈസ്ഡ്, ആരെങ്കിലും ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റി വന്നു കഴിഞ്ഞാൽ അവരുടെ ഇത് പറയാണ് ഹി ഈസ് പോപ്പുലറൈസ്ഡ് ബൈ മെനി ഓഫ് ദ ഐ. മെനി പീപ്പിൾ എന്ന് പറയണതിന് പകരം മെനി ഓഫ് ദ പബ്ലിക് ഐ, മെനി ഇൻ ദ പബ്ലിക് ഐ. അതായത് പബ്ലിക്കിൻ്റെ ഇതിൽ അവൻ വളരെ പോപ്പുലറൈസ്ഡ് ആയി എന്നാണ് പറയുന്നത്. പോപ്പുലറൈസ്ഡ് ബൈ മെനി ഇൻ ദ പബ്ലിക് ഐ. അപ്പം മെനി പീപ്പിൾ എന്ന് പറഞ്ഞാൽ മതി, അതിനു വേണ്ടി അവർ വിശദീകരിക്കുന്നതാണ് മെനി ഇൻ ദ പബ്ലിക് ഐ. മനസ്സിലായോ? അടുത്തത് ടിപ്പിക്കലി, ശരിക്കും യഥാർത്ഥത്തിൽ, ടിപ്പിക്കലി മോർ നാച്ചുറൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇറ്റ് ഈസ് ടിപ്പിക്കലി മോർ നാച്ചുറൽ അങ്ങനെ പറയാം. അടുത്തത് നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ ഇന്നലെ കണ്ടു വെൻ ഇറ്റ് കംസ് ടു ദിസ് പെർട്ടിക്കുലർ മാറ്റർ. അങ്ങനെ ഭാഷയെ പോലും നമ്മൾ വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. It has been all over
ഇറ്റ് ഹാസ് ബീൻ ഓൾ ഓവർ. ഇറ്റ് ഹാസ് ബീൻ ഓൾ ഓവർ. അടുത്തത് സം വൺ വെൻ റിയലി അഗ്രസീവ്. അവരുടെ ഭാഷ ഇങ്ങനെ വളരാണ്. സം വൺ വെൻ റിയലി അഗ്രസീവ്. നമ്മളാണെങ്കിൽ അഗ്രസീവിൽ നിൽക്കുക. സം വൺ വെൻ റിയലി അഗ്രസീവ്, വളരെ അഗ്രസീവായി. അവരെപ്പോഴും കൊളോക്കേഷൻസ് ചേർത്ത് അല്ലെങ്കിൽ ഫ്രേസസ് ചേർത്ത് ഈ ഭാഷയെ വളർത്തിയിട്ടാണ് അവർ സംസാരിക്കുക. അതിപ്പോൾ നമ്മൾ മലയാളമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഗ്രാമർ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊളോക്കേഷൻസ് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു മെനി ഇൻ ദ പബ്ലിക് ആയി. കുറേ പബ്ലിക്കിലുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും അവൻ പ്രശംസിക്കപ്പെട്ടു അല്ലെങ്കിൽ പോപ്പുലറാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ആ ഭാഷ വളരണം. അപ്പോൾ ഭാഷ വളരാനായിട്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. റിയലി അഗ്രസൈസ്. അപ്പോൾ അവിടെ കണ്ടു റിയലി അഗ്രസീവ്. അപ്പോൾ അത് ഒരു ആഡ്വർബും ആയിട്ടുള്ള ഒരു കൊളോക്കേഷനാണ്. കൊളോക്കേഷൻ എന്ന് പറയുന്നത് ആഡ്വർബ് അഡ്ജക്റ്റീവായിട്ടുള്ള കോമ്പിനേഷനാവാം, വെർബ് നൗണായിട്ടുള്ള കോമ്പിനേഷനാവാം, അഡ്ജക്റ്റീവ് നൗണായിട്ടുള്ള കോമ്പിനേഷനാവാം. ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മൾ പിന്നീട് ഇതെല്ലാം അറിയണം ഒരു ഭാഷ വളരണം. അത് 1 by 1 ആയിട്ട് മാത്രമേ ഞാൻ ആ ഒരു സെക്ഷൻ എടുക്കുക. അപ്പോൾ താങ്ക് യു.